So today we are going to start our unit 3 from block 2. Okay. സോ നമ്മുടെ ഈ ഒരു യൂണിറ്റിൻ്റെ പേര് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്നാണ്. കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ തറോ അല്ലെങ്കിൽ ക്ലിയർ അല്ലെങ്കിൽ വൈഡ് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അപ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് തറവായിട്ട് വായിക്കുക അല്ലെങ്കിൽ തറവായിട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് നമ്മൾ വായിക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ എന്താണോ ആ ഒരു റീഡിങ്സിലുള്ളതെന്ന് വെച്ചാൽ അത് നമ്മൾ തറവായിട്ട് മനസ്സിലാക്കുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ദർ ആർ 2 കോമ്പണൻറ്റ്സ് ദാറ്റ് ഡിറ്റർമൈൻ ഹൗ എഫക്റ്റീവ്ലി യു റീഡ്. അതായത് നമ്മുടെ വായന എത്രത്തോളം എഫക്റ്റീവ് ആക്കുന്നോ അല്ലെങ്കിൽ എത്രത്തോളം മെച്ചപ്പെടുത്താൻ പറ്റുന്നോ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഘടകങ്ങളുണ്ട്. ഈ ഒരു 2 ഘടകങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ റീഡിംഗ് സ്കിൽസ് എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കോംപ്രിഹെൻഷനും റീഡിംഗ് സ്പീഡുമാണ്. അതായത് നമ്മുടെ ഈ ഒരു റൈറ്റിങ്സ് നമ്മൾ വായിച്ചിട്ട് നമുക്ക് തറവായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് പ്രൊനൗൺസ് ചെയ്ത് ഫ്ലുവൻ്റ് ആയിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കോംപ്രിഹെൻഷനും പിന്നെ നമ്മുടെ റീഡിംഗ് സ്പീഡും, നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം സ്പീഡിൽ വായിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഫ്ലോയിൽ സ്മൂത്തായിട്ട് പെട്ടെന്ന് വായിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെയാണ് എഫക്റ്റീവ് റീഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ കോംപ്രിഹെൻഷനും റീഡിംഗ് സ്പീഡും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റീഡിങ്ങിനെ കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാൻ പറ്റുന്നതാണ്. ഇഫ് യു റീഡ് ക്വിക്ക്ലി ആൻഡ് യെറ്റ് ആർ അണേബിൾ ടു കോംപ്രിഹെൻഡ് ദ ടെക്സ്റ്റ് യു മൈറ്റ് ആസ് വെൽ നോട്ട് ഹാവ് റെഡ് ഇറ്റ് ഓൾ. അതായത് ഈ ഒരു സെൻറ്റൻസിൽ പറയുന്നത് ഇഫ് യു റീഡ് ക്വിക്ക്ലി, നമ്മൾ പെട്ടെന്ന് വായിക്കുകയാണെങ്കിൽ, ആൻഡ് യെറ്റ് യു ആർ അണേബിൾ ടു കോംപ്രിഹെൻഡ് ദ ടെക്സ്റ്റ്, നമ്മൾ പെട്ടെന്ന് വായിച്ചിട്ടും നമുക്ക് ആ ഒരു ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ, യു മൈറ്റ് ആസ് വെൽ നോട്ട് ഹാവ് റെഡ് ഇറ്റ് ഓൾ, നിങ്ങളത് വായിക്കാതിരുന്നതിന് തുല്യമാണെന്ന്. അതായത് നമ്മളൊരു കാര്യം വായിച്ചു എന്നിട്ട് ആ ഒരു അതിൻ്റെ മീനിങ് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മളത് വായിക്കാത്തതിന് തുല്യമാണല്ലോ. നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും വായിച്ചില്ലെങ്കിലും അവിടെ ഒരു ഡിഫറൻസ് വരുന്നില്ല, കാരണം നമുക്കതിൻ്റെ ടെക്സ്റ്റ് അല്ലെങ്കിൽ മീനിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. സോ നമ്മൾ എത്ര വായനയിൽ സ്പീഡുള്ള ആളാണെങ്കിലും കറക്റ്റായിട്ട് നമ്മളൊരു ടെക്സ്റ്റിനെ കോംപ്രിഹെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മൾ വായിക്കാത്തതിന് തുല്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. പ്രാക്ടിക്കലി സ്പീക്കിംഗ് യു ഹാവ് നോട്ട് റെഡ് ദ ടെക്സ്റ്റ്. അതായത് ഇവർ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പീഡിൽ വായിച്ചുകൊണ്ട് എന്നാൽ ആ ഒരു ടെക്സ്റ്റ് കോംപ്രിഹെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളത് വായിച്ചിട്ടില്ല എന്നാണ് അതിനർത്ഥം. On the other hand, if you read too slowly, you might never be able to finish what you start. അതേ സമയത്ത് തന്നെ നമ്മൾ ഒരു ടെക്സ്റ്റ് വളരെ പതുക്കെയാണ് വായിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താണോ വായിച്ച് തുടങ്ങിയത് അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിനിഷ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ നമ്മൾ ഒരു മോഡറേറ്റ് പേസിൽ, ഒരു മോഡറേറ്റ് സ്പീഡിൽ വേണം നമ്മൾ വായിക്കാൻ. എന്നാൽ അതേസമയം എന്താണ് ടെക്സ്റ്റ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് കോംപ്രിഹെൻഡ് ചെയ്യുകയും വേണം. It is possible that you won't be able to read and learn everything that you need to. So നമ്മൾ ഭയങ്കര സ്ലോ ആയിട്ട് റീഡ് ചെയ്താലും ഫാസ്റ്റായിട്ട് സ്പീഡിൽ വായിച്ചാലും 2 സ്ഥലത്തും അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഹെൻസ് ബോത്ത് റീഡിങ് ഫാസ്റ്റ് ആൻഡ് കോംപ്രിഹെൻസീവ്ലി ആർ എസെൻഷ്യൽ എലമെൻറ്റ്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് വായിക്കുന്നതും അതേസമയം വായിച്ചത് മനസ്സിലാക്കുന്നതും കോംപ്രിഹെൻഡ് ചെയ്യുന്നതും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ പെട്ടെന്ന് വായിക്കാനും പഠിക്കണം, അതേ സമയത്ത് എന്താണ് ടെക്സ്റ്റ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും വേണം. അത് രണ്ടും ദേ ബോത്ത് ഗോ ഇൻ ഹാൻഡ് ബൈ ഹാൻഡ്. Especially for candidates who attend their school and university levels and other competitive examinations. അതായത് നമ്മുടെ വായന റീഡിങ് ഫാസ്റ്റ് ആക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്ക്? ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്കൂൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനൊക്കെ ഈ 2 ക്വാളിറ്റീസും അവരിൽ ഉണ്ടായിരിക്കണം. കാരണം എസ്പെഷ്യലി നമ്മൾ സപ്പോസ് നീറ്റ് എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് അതിൻ്റേതായ ടൈം ഉണ്ടാകും. ഒരു ടൈം ഡ്യൂറേഷനിൽ തന്നെ എക്സാം കംപ്ലീറ്റ് ചെയ്യുകയും വേണം. ഓരോ
ക്വസ്റ്റ്യൻസിന് ഓരോ ടൈം അല്ലെങ്കിൽ ഇത്ര സെക്കൻഡ് വെച്ചിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് സമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ നമ്മുടെ റീഡിങ്ങും ഫാസ്റ്റ് ആയിരിക്കണം, അത് നമ്മൾ കോംപ്രിഹെൻഡ് ചെയ്യുകയും വേണം. അല്ലെങ്കിൽ പിന്നെ അത് ആ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് യൂസ്ലെസ് ആവുകയാണ്. ദിസ് യൂണിറ്റ് വിൽ ഹെൽപ്പ് യു to get to know some of the essential elements that you require for excelling in reading comprehension. ഈ ഒരു യൂണിറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു നമ്മുടെ റീഡിങ് കോംപ്രിഹെൻഷൻ എൻഹാൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, എക്സൽ ചെയ്യാൻ നമ്മളെ ഈ ഒരു യൂണിറ്റ് സഹായിക്കും എന്നാണ് പറയുന്നത്. സോ ലെറ്റ്സ് സീ. It is entirely up to you how much you can develop your reading abilities. How much do you want to advance? How do you think you should get better? How passionately will you work to achieve your objectives? Some people believe that increasing reading proficiency is just for students or professionals. അതായത് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് നമ്മൾ എത്രത്തോളം നമ്മുടെ റീഡിങ് എബിലിറ്റിയെ എൻഹാൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അത് കംപ്ലീറ്റ്ലി നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ ഡിറ്റർമിനേഷൻ, നമ്മൾ എത്ര ഇൻസ്പയർഡ് ആണ് അല്ലെങ്കിൽ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ റീഡിങ് എബിലിറ്റീസ് ഇരിക്കുക. കാരണം ഇഫ് യു വാണ്ട് ടു വർക്ക് ഹാർഡ് ഓർ ഇഫ് യു വാണ്ട് ടു സ്ട്രൈവ്, ദെൻ യു മസ്റ്റ് ടേക്ക് ദ എഫേർട്ട്. നമ്മൾ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ റീഡിങ് സ്കിൽസ് ഇമ്പ്രൂവ് ആവും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അച്ചീവ് ചെയ്യാൻ എത്ര പാഷനേറ്റ് ആണോ അല്ലെങ്കിൽ എത്ര ഡിറ്റർമിനേഷനോടെയാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത്, അതിനനുസരിച്ചുള്ള റിസൾട്ടും നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ചില ആളുകളുടെയൊക്കെ ധാരണയുണ്ട് ഈ നമ്മുടെ റീഡിങ് സ്കിൽസ് അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ സ്കിൽസൊക്കെ കൂട്ടുന്നത്, വർദ്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നത് സ്റ്റുഡൻസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന്. അത് തീർത്തും തെറ്റായൊരു കാര്യമാണ്. ബിക്കോസ് മെനി കോമൺ പീപ്പിൾ സ്ട്രഗിൾ വിത്ത് ദിസ് ഇഷ്യൂ ടു. സോ പ്രൊഫഷണൽ സ്റ്റുഡൻസ് എന്നവർക്ക് മാത്രമല്ല, ഏതൊരു വ്യക്തിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് റീഡിങ് എബിലിറ്റീസ് എന്നുള്ളത്. ബട്ട് മെനി ഓഫ് ദീസ് കോമൺ പീപ്പിൾ ഓൾസോ സ്ട്രഗിൾ വിത്ത് ദ സെയിം ഇഷ്യൂസ്. They cannot maintain the reading pace and comprehension they both need and want to. അതായത് സാധാരണക്കാരായ ജനങ്ങൾ പോലും ഈ ഒരു പ്രശ്നത്തിലൂടെ സഫർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം അവരാഗ്രഹിക്കുന്ന ആ ഒരു സ്പീഡിൽ അല്ലെങ്കിൽ പേസിൽ അവർക്ക് സ്റ്റഡി ആയിട്ട് വായിക്കാൻ അല്ലെങ്കിൽ ആ ഒരു റീഡിങ് പേസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ അവർ സ്പീഡിൽ വായിച്ചാൽ തന്നെ അത് വായിച്ചത് അതുപോലെ അവർക്ക് മനസ്സിലാകണം അല്ലെങ്കിൽ കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റണമെന്നുമില്ല. സോ ഇത് ഒരു കോമൺ പീപ്പിളിൻ്റെ അല്ലെങ്കിൽ ഒരു കോമൺ ക്രൗഡിൻ്റെ ഇഷ്യൂ ആണ്, അല്ലാതെ ജസ്റ്റ് സ്റ്റുഡൻസ് ആൻഡ് പ്രൊഫഷണൽസിന് എക്സ്ക്ലൂസീവ് അല്ല എന്നാണ് പറയുന്നത്. They frequently want to read newspapers, magazines and other sources as well as leisurely reading. So obviously reading is important to all sections of our society, professional students, common people, workers, ഹൗസ് വൈഫ്സ്, എല്ലാവർക്കും ഈ ഒരു റീഡിങ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ന്യൂസ് പേപ്പർ, മാഗസിൻസ് ഒക്കെ വായിക്കാൻ ആഗ്രഹിക്കും, ആർട്ടിക്കിൾസ് വായിക്കുന്നവരുണ്ട്. അതേസമയം തന്നെ ലെഷർ റീഡിങ് അല്ലെങ്കിൽ അമ്യൂസീവ് റീഡിങ് എന്ന രീതിയിൽ നോവൽസ് വായിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. സോ അവർക്ക് പലപ്പോഴും അവരുടെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അവരെന്താണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത് അത് പറ്റുന്നില്ല. അതിന് കാരണം എന്ന് പറയുന്നത് അവരുടെ റീഡിങ് പേസും അല്ലെങ്കിൽ റീഡിങ് സ്പീഡും കോംപ്രിഹെൻഷൻ സ്കില്ലും കൂടെ എന്താ പറയുക സ്റ്റഡി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് പറ്റുന്നില്ലെന്നാണ്. Many people desire to continue their hobbies or do higher studies, but they lack the time to complete the essential reading and study because of their poor reading skills. അതായത് ഒരുപാട് പേര് അവരുടെ ഹോബീസ് അല്ലെങ്കിൽ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെങ്കിൽ അവർക്ക് ആ ഒരു ഇത് അച്ചീവ് ചെയ്യാൻ കറക്റ്റ് ടൈമിന് വായിക്കാൻ ഒരു എസെൻഷ്യൽ റീഡിങ്ങിന് അവരുടെ കയ്യിൽ ടൈമില്ല. കാരണം അവരുടെ റീഡിംഗ് ബേസ് അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ സ്കിൽസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പലരും അവരുടെ ഗോൾസ് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരികയാണ്. Others being unsure about their ability to do so successfully do not make the attempt. ഇങ്ങനെ
2 സെക്ഷൻസ് ഓഫ് പീപ്പിൾ ആണുള്ളത്. ആദ്യത്തെ സെക്ഷൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത് സക്സസ്ഫുൾ ആവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശ്രമിക്കും, പക്ഷേ അവരുടെ ആ ഒരു എബിലിറ്റി, അവരുടെ സ്കില്ല് അവരെ സഹായിക്കാതെ, അതുകൊണ്ട് തന്നെ അവർക്ക് ടൈം കിട്ടാതെ പോകുന്നവരുണ്ട്. പിന്നെ സം പീപ്പിൾ ആർ നോട്ട് കോൺഫിഡൻറ്റ് ഇൻ ദ എബിലിറ്റി. സോ ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ എവിടെ എത്തില്ല, ഞാൻ സക്സസ്ഫുൾ ആവില്ല, ഇനി എത്ര ശ്രമിച്ചിട്ടും ഒരു കാര്യമില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ഒബ്വിയസ്ലി അവർ ശ്രമിക്കില്ല. അതാണ്. സോ 2 സെക്ഷൻസ് ഉണ്ട്. ഒരു കൂട്ടം ആളുകൾ അവർ സക്സസ്ഫുൾ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ പല റീസൺസ് കൊണ്ട് തന്നെ അവർക്ക് പറ്റുന്നില്ല. അതേസമയം വേറൊരു സെക്ഷൻസ് അവർ ശ്രമിക്കുന്നേ ഇല്ല, കാരണം അവരുടെ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് റിഫ്ലക്റ്റ് ചെയ്യുകയാണ് അവരുടെ റീഡിങ് സ്കിൽസിനെ. Most people desire to learn more about the world around them, yet many do not have the time to read the daily news and much less continue their education. If they improve their reading comprehension levels, they could easily do the above said needs. ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് ഒരുപാട് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അങ്ങനെ സമയമില്ലാതെ ചില ആളുകൾക്ക് പെട്ടെന്ന് ഫാമിലിയിൽ സ്ട്രഗിൾസൊക്കെ കാരണം എഡ്യൂക്കേഷനൊക്കെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് നമ്മുടെ സറൗണ്ടിങ്സിൽ നമുക്ക് ഒരുപാട് കാണാൻ പറ്റുന്നതാണ്. എന്നിട്ട് അവർ ഓരോ ചെറിയ ചെറിയ ജോലിക്കൊക്കെ പോയി അങ്ങനെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു സ്കില്ലും ഇല്ല, സ്പീഡും ഒന്നുമില്ലാത്ത സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ അറിയാൻ, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദ ഫേറ്റ് ഇസ് നോട്ട് ഓൺ ദെയർ സൈഡ്. അങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരവരുടെ റീഡിങ് കോംപ്രിഹെൻഷൻ സ്കില്ല് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഇതൊക്കെ നമ്മൾ മേൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത്. സോ അണ്ടർസ്റ്റാൻഡിങ് ദ എലമെൻറ്റ്സ് needed to improve the reading comprehension level and practicing them accordingly would benefit anyone who is willing to excel in this area. അതായത് എന്തൊക്കെയാണ് റീഡിങ് എബിലിറ്റി സ്കിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് തറവായിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാവുന്നവർക്ക് ഈ ഒരു ഫീൽഡിൽ കഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് സക്സസ്ഫുൾ ആവാൻ ഈ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ധാരാളമാണെന്നാണ് പറയുന്നത്. സോ upon interpreting the above message, read the textual paragraph and comprehend it. സോ ഇത് നിങ്ങൾക്കൊരു ഹോംവർക്ക് എന്ന രീതിയിൽ തരാണ്, നിങ്ങളുടെ ഒരു സെൽഫ് ഇവാലുവേഷന് വേണ്ടിയിട്ട്. സോ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് റീഡിങ് കോംപ്രിഹെൻഷനെ കുറിച്ചാണല്ലോ. നമ്മളൊരു കാര്യം വായിക്കുക, എത്ര തറവായിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ എത്ര തറവായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ ബേസിലായതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ടാസ്ക് തരാം. നിങ്ങളിത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി എനിക്ക് നിങ്ങളുടെ അടുത്ത് വരാനൊന്നും പറ്റില്ല, ബട്ട് ഐ എം ഗോയിങ് ടു ട്രസ്റ്റ് യു ഓൾ. നമ്മുടെ ടെക്സ്റ്റിൽ എൽഡെസ്ക് എന്ന നമ്മുടെ ആപ്ലിക്കേഷനിൽ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മുടെ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റിൽ ഈ ഒരു യൂണിറ്റിൽ ഒരു ചെറിയൊരു പാരഗ്രാഫ് ഉണ്ട്, ഒരു എക്സെപ്റ്റ് ഫ്രം എ ബുക്ക്. അത് നിങ്ങളൊന്ന് വായിച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാക്കുക, നിങ്ങളത് മാക്സിമം ഫാസ്റ്റായിട്ട് വായിച്ചിട്ട് നിങ്ങളത് കോംപ്രിഹെൻഡ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഈ ഒരു പാരഗ്രാഫിൻ്റെ അടിയിലായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ കോംപ്രിഹെൻഷൻ ലെവൽ എന്താണ്, എത്രയാണെന്ന് നിങ്ങൾക്ക് സ്വയം ഇവാലുവേറ്റ് ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കും. സോ നിങ്ങളത് ചെയ്യാം. സോ വി ആർ ഗോയിങ് ടു കണ്ടിന്യൂ. വാട്ട് ഈസ് റീഡിങ് കോംപ്രിഹെൻഷൻ? റീഡിങ് കോംപ്രിഹെൻഷൻ എന്താണെന്നാണ്. ലാംഗ്വേജ് എനേബിൾസ് ദ ട്രാൻസ്മിഷൻ ഓഫ് നോളജ് ആൻഡ് ഐഡിയാസ് ആൻഡ് കൺവേസ് മീനിങ്സ് ആൻഡ് വ്യൂ പോയിൻറ്റ്സ്. ഇത് നമ്മൾ കഴിഞ്ഞ ബ്ലോക്കിൽ തന്നെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ലാംഗ്വേജ് ട്രാൻസ്മിഷൻ ഓഫ് നോളജിനെ, എക്സ്ചേഞ്ച് ഓഫ് നോളജിനെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതിന്. When written communication is properly interpreted, reading can be a tremendous source of inspiration, fun, and transformation. Writing has the ability to transport readers to new settings, times, and occasions. സോ ഇതിൽ പറയുന്നത് നമുക്ക് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് വളരെ നന്നായിട്ട് അറിയാം. നമ്മൾ പ്രീവിയസ് ബ്ലോഗ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. വെൻ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഈസ് പ്രോപ്പർലി ഇൻ്റർപ്രറ്റഡ്, റീഡിങ് ക്യാൻ ബി എ ട്രമൻഡസ് സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ, ഫൺ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. അതായത് റിട്ടൺ കമ്മ്യൂണിക്കേഷന്
നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ വായിച്ചത് നല്ലപോലെ മനസ്സിലാക്കുക എന്നാണ് അതിനർത്ഥം. പറ്റുകയാണെങ്കിൽ ഈ വായന എന്നുള്ളത് നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഫൺ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിയെ തന്നെ മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ, ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു സോഴ്സ് ആവുക എന്നാണ് പറയുന്നത്. സോ ഇഫ് യു അണ്ടർസ്റ്റാൻഡ് എ കോണ്ടെക്സ്റ്റ് വെരി വെൽ, ദെൻ റീഡിംഗ് വിൽ ബി എ ലോട്ട് മോർ ഇൻട്രസ്റ്റിംഗ് ഫോർ യു ഓൾ. Writing has the ability to transport readers to new settings, times and occasions. എഴുത്ത് അല്ലെങ്കിൽ വായന നമ്മുടെ റീഡേഴ്സിനെ, വായനക്കാരെ വേറൊരു ലോകത്തേക്ക്, വേറൊരു ടൈമിലേക്ക്, വേറെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിലേക്ക് നമ്മളെ എത്തിക്കാൻ സഹായിക്കും. സോ ഒരേ സമയത്ത് തന്നെ പല പല ലൈഫ് നമ്മളെ ജീവിക്കാൻ, അല്ലെങ്കിൽ പല ആളുകളുടെയും പ്രശ്നങ്ങളിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ലൈഫ് നമുക്കൊന്ന് റിഫ്ലക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് നോക്കി കാണാനുള്ളൊരു അവസരം റൈറ്റിംഗ്, എഴുത്ത് അല്ലെങ്കിൽ റീഡിംഗ്, വായന നമ്മളെ സഹായിക്കുന്നു. Texts can offer alternative viewpoints on the world, and they can kindle our imaginations to produce vivid mental pictures that may last a lifetime. So, text, അതായത് ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിന് നമുക്ക് ഈ ഒരു ലോകത്തെക്കുറിച്ച് തന്നെ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു വ്യൂ പോയിൻറ്റ്, ഒരു പേഴ്സ്പെക്റ്റീവ് തരാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഒബ്വിയസ്ലി നമ്മൾ നമ്മുടെ റീഡിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നോളജ് കിട്ടും. സോ ഈ ഒരു നോളജ് വെച്ച് തന്നെ നമ്മൾ ലോകത്തെ വേറൊരു കണ്ണുകൊണ്ട് അല്ലെങ്കിൽ ഒരു പുതിയ കണ്ണുകൊണ്ട് നോക്കിക്കാണാൻ ടെക്സ്റ്റുകൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇമാജിനേഷൻസിന്, വിവിഡ് ഇമാജിനേഷൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക, പുതിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓർത്തെടുക്കാൻ, പുതിയ പുതിയ ഐഡിയോളജീസ് ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. Texts have the power to educate and advance us. നമ്മളെ എന്താ പറയുക, നോളജ് തരാനും നമ്മളെ കുറച്ചും കൂടെ പ്രോഗ്രസീവ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ചിന്താഗതിക്കാരാവാനും ടെക്സ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. This chapter will explore variety of written language and the complex procedures involved. ഈ ഒരു ചാപ്റ്റർ റിട്ടൺ ലാംഗ്വേജിനെ എൻഹാൻസ് ചെയ്യാനും അതിൻ്റെ പ്രൊസീജിയറിനെ കുറിച്ചും നമുക്കൊരു ധാരണ തരുമെന്നാണ് പറയുന്നത്. Skills for reading comprehension. The above annotation illustrates how difficult it is to comprehend textual content. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പാരഗ്രാഫ് ഒരു അനോട്ടേഷനാണ്. അത് നമുക്ക് ഒരു ഐഡിയ തരും ടെക്സ്റ്റുവൽ കണ്ടൻറ്റ് മനസ്സിലാക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാണെന്ന്. ദിസ് കൈൻഡ് ഓഫ് കോൺഷ്യസ് തിങ്ക് അലൗഡ് ആക്ടിവിറ്റി ഡ്രോസ് അവർ അറ്റൻഷൻ ഓൺ എലമെൻറ്റ്സ് ഓഫ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ദാറ്റ് കുഡ് ബി അതർവൈസ് ഡിസ്റിഗാർഡഡ്. അതായത് ഇത്തരത്തിലുള്ള തിങ്ക് അലൗഡ് ആക്ടിവിറ്റി, ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ ഒരു വർക്ക് നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും നമ്മൾ ഏതൊരു പൊസിഷനിലാണ്, നമ്മുടെ സ്റ്റാൻഡ് എവിടെയാണെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അത്ര എന്താ പറയുക, റീഡിങ് സ്കിൽസ് അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് സ്കിൽസ് നമ്മുടേത് അത്ര എൻഹാൻസ്ഡ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു എലമെൻസിനെ കുറിച്ച് നമ്മുടെ അറ്റൻഷൻ അതിലേക്ക് പോകും, നമ്മുടെ സ്കിൽസ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്നുള്ളത്. അത്തരം എലമെൻസിലേക്ക് നമ്മുടെ ഫോക്കസ് കൊടുക്കാൻ ഈ ഒരു റീഡിങ് സഹായിക്കും. പ്രത്യേകിച്ച് ചില എലമെൻറ്റ്സ് ഉണ്ടാകും നമ്മൾ അല്ലാത്ത സിറ്റുവേഷൻസിൽ നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാത്ത കാര്യങ്ങൾ ഇത്തരം തിങ്ക് അലൗഡ് ആക്ടിവിറ്റിയിലൂടെ നമ്മളെ സഹായിക്കുന്നതാണ്. In the illustration, you can see how our comprehension of the text's message increases as we read it. സോ ഈ ഒരു അനോട്ടേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ വായിക്കുന്തോറും നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജിനെ മനസ്സിലാക്കാനും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ്. ലേറ്റർ ഇൻഫോർമേഷൻ വാലിഡേറ്റ്സ് അവർ അസംഷൻ. ദ കോണ്ടെക്സ്റ്റ് എക്സ്പ്ലെയിൻസ് ഹൈലി റിസ്കി വേർഡ്സ് ആൻഡ് പ്രയർ നോളജ് ബേസ്ഡ് അസംഷൻസ് ആർ ചാലഞ്ച്ഡ്. അതായത് പിന്നെ നമ്മളിത് കോംപ്രിഹെൻഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ഇൻഫോർമേഷൻ നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു അസംഷൻ കൊണ്ടായിരിക്കും
വായിച്ചിട്ടുണ്ടാവുക. സോ അതിൻ്റെ വാലിഡിറ്റി, അതിനെ വാലിഡേറ്റ് ചെയ്യാൻ ഈ ടെക്സ്റ്റ് സഹായിക്കും. പിന്നെ ആ ഒരു ടെക്സ്റ്റിലെ കോണ്ടെക്സ്റ്റ്, അതായത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും നമ്മളുടെ മുൻധാരണകൾ തിരുത്താനും ഈ ഒരു റീഡിങ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. However, the annotations barely scratch the surface of the meaning, and there might be also some other interpretations relevant for the above excerpt. സോ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു അനോട്ടേഷന് സർഫസ് ലെവലുള്ളത് മാത്രം വായിച്ചാൽ പോരാ, അതിൽ ഹിഡൻ ആയിട്ടുള്ള പല റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷനും നമുക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അവരെന്താണ്, ഈ ഒരു ഓഥർ എന്താണ് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ അത് സർഫസ് ലെവലായിട്ട് അല്ലെങ്കിൽ ലൈറ്റായിട്ട് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അത് നമ്മൾ കുറച്ചും കൂടെ ഡീപ്പറായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. The ability to recognize the words, the capacity to retain information, the competence to scan backward and forward. The ability to recognize the words, the capacity to retain information, the competence to scan backward and forward to relevant phrases and words, the comprehension of signals from sentence structure and punctuation, among many other skills and processes, are required to make connections between parts of the passages in order to build up an interpretation. സോ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ ദ എബിലിറ്റി ടു റെക്കഗ്നൈസ് ദ വേർഡ്സ്, നമ്മളൊരു വേർഡ് കാണുമ്പോൾ അത് ഇത് കണ്ട പോലെ ഉണ്ടല്ലോ, അത് തിരിച്ചറിയാനും പിന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ, പിന്നെ അത് കപ്പാസിറ്റി ടു റീറ്റെയിൻ ഇൻഫോർമേഷൻ, നമുക്ക് ഇൻഫോർമേഷൻ വീണ്ടെടുക്കാൻ വേണ്ടി, പിന്നെ നമുക്കൊരു പോയിന്റ് കിട്ടുമ്പം ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റണം. ഇതിപ്പോൾ നമ്മളൊരു സ്ഥലത്ത് വായിച്ച് വെച്ച് പിന്നെ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ഒരു കാര്യം വായിച്ച് നോക്കി പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. സോ ദ എബിലിറ്റി ടു സ്കാൻ ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ടു റെലവൻറ്റ് വേർഡ്സ് ആൻഡ് ഫ്രേസസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില വേർഡ്സ് ഫ്രേസസ് കാണുമ്പോൾ നമ്മൾ സ്റ്റക്കായി വീണ്ടും ഒന്ന് ബാക്ക്വേർഡ് ചെയ്ത് വായിച്ച് പിന്നെ തിരിച്ച് വരാറുന്ന സാഹചര്യമുണ്ട്. സോ അപ്പോൾ നമ്മൾ രണ്ടും കൂടെ മിക്സപ്പ് ആവാൻ പാടില്ല. പിന്നെ സെൻറ്റൻസ് സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലാക്കുക, ചില പങ്ക്ച്വേഷൻസ് അവിടെ യൂസ് ചെയ്യാനുള്ള കാരണം മനസ്സിലാക്കുക. ഇത്തരം കണക്ഷൻസൊക്കെ മേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ടെക്സ്റ്റിന് കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. സോ ദർ ആർ മെനി ഫാക്ടേഴ്സ്. ഫസ്റ്റ് യു ഹാവ് ടു റെക്കഗ്നൈസ് ദ വേർഡ്സ്, ദെൻ യു മസ്റ്റ് ഹാവ് ദ എബിലിറ്റി ടു റീറ്റെയിൻ ദ ഇൻഫോർമേഷൻ, പിന്നെ യു മസ്റ്റ് ഹാവ് ദ സ്കിൽ ടു സ്കാൻ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് to read relevant phrases and words, and you must have a vivid knowledge or an understanding of comprehensions. അവർ ഓതർ തന്നെ സ്കിൽസ്, ചില പങ്ക്ച്വേഷൻ മാർക്സിലൂടെ ചില സിഗ്നലുകളിലൂടെയുള്ള മെസ്സേജസ് മനസ്സിലാക്കാനുള്ള ഇതും വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ടെക്സ്റ്റിനെ കംപ്ലീറ്റ്ലി ഇൻ്റർപ്രറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. Reading comprehension is a task that is only partially contained inside the text. The interaction between the text and the reader's interpretation of it leads to a deep understanding. റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. അത് പാർഷ്യലി കുറച്ച് ഭാഗം മാത്രമേ ആ ഒരു ടെക്സ്റ്റിൻ്റെ ഉള്ളിലുണ്ടാകുള്ളൂ, ആ ഒരു കണ്ടൻറ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ടെക്സ്റ്റും പിന്നെ ആ ഒരു ടെക്സ്റ്റിനെ ഒരു റീഡർ എങ്ങനെ മനസ്സിലാക്കി, എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്തു, ഈ ഒരു ഇൻ്റർപ്രിറ്റേഷനും ഈ ഒരു ടെക്സ്റ്റും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ ഉണ്ടല്ലോ, അത് നമുക്കൊരു ഡീപ്പായിട്ടുള്ള ഒരു എന്താ പറയുക ഇൻറ്റൻസ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് തരും. ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്, ഒരു കാര്യത്തെ നമുക്ക് ഡീപ്പായിട്ട് സർഫസ് ലെവലിലല്ലാതെ മനസ്സിലാക്കാൻ ഈ ഒരു ഇൻട്രാക്ഷൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ടെക്സ്റ്റ് ആൻഡ് റീഡേഴ്സ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഇറ്റ്. ഈച്ച് ഓഫ് us read a book differently, and as a result we generate a variety of viewpoints upon a similar content. ഓരോ റീഡേഴ്സും അവരുടെ ഐഡിയോളജി, വ്യൂ പോയിൻറ്റ്സ്, പേഴ്സ്പെക്റ്റീവ്, അഭിപ്രായങ്ങൾ, അവരൊരു കാര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, ഇതൊക്കെ വ്യത്യസ്തമായിരിക്കും അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു
ടെക്സ്റ്റിനെ കുറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും അഭിപ്രായം നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഈ ഒരു പോയിൻ്റ് ഇങ്ങനെയൊക്കെ ആക്കാം, അല്ലെങ്കിൽ ഇത് പെർഫെക്റ്റ് ആണ്. അതായത് ഡിഫറെൻ്റ് ഒപ്പീനിയൻസും ഐഡിയോളജീസും ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഒരു കാര്യം റീഡേഴ്സ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമ്മുടെ വ്യൂ പോയിൻറ്റ്സും ഡിഫറെൻ്റ് ആയിരിക്കും. The movie versions of books we have read rarely live up to our anticipated versions. So നമുക്കിടയിൽ റീഡേഴ്സ് ആയിട്ടുള്ള ഫിക്ഷണൽ ബുക്സ് വായിക്കുന്ന എല്ലാവർക്കും ഈ ഒരു കാര്യത്തോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ഇൻക്ലൂഡിങ് മൈസെൽഫ്. ഞാൻ ഒരുപാട് ബുക്സ് വായിക്കുന്നതാണ്, ഫിക്ഷണൽ ക്ലാസിക് ബുക്സ്. സോ എനിക്കിഷ്ടപ്പെട്ട ബുക്സൊക്കെ സിനിമയാകുന്ന സമയത്ത് ഇറ്റ് ലീഡ്സ് ടു ഹൈ ഡിസപ്പോയിൻമെൻറ്റ്, ബിക്കോസ് വാട്ട് ഐ എക്സ്പെക്റ്റഡ് ഓർ വാട്ട് ഐ ഇൻ്റർപ്രിറ്റഡ് ഫ്രം ദ ബുക്ക് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി കൺവേഡ് ഇൻ ദ മൂവി. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വ്യൂ പോയിൻറ്റിന്, അല്ലെങ്കിൽ നമ്മൾ ഒരു മേഡപ്പ് ആയിട്ടുള്ള നമ്മൾ ഉണ്ടാക്കിയ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുള്ള ബുക്കായിരിക്കില്ല സിനിമയായി വരുമ്പം. സോ ഓഫൺ ഇറ്റ് ലീഡ്സ് ടു ഡിസപ്പോയിൻമെൻറ്റ്സ്. We can discover that we have read the same line very differently when we discover that we have read with others. നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ ഒരു സെൻറ്റൻസ് വായിക്കുകയാണ്, ആ ഒരു വായിച്ച കാര്യം മറ്റൊരാൾ അത് വായിക്കുമ്പോൾ അവർ വേറെ രീതിയിലായിരിക്കും മനസ്സിലാക്കുക. ഈ ഒരു ഡിഫറെൻ്റ് ഒപ്പീനിയൻസ് നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ വായിച്ച കാര്യങ്ങൾ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ലതാണ്. ദ പ്രോസസ് ഓഫ് ഇൻ്റർപ്രിറ്റേഷൻ്റെ പ്രോസസ്സാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 3 ലെവൽസ് ആർ യൂസ്ഡ് ടു ക്യാരക്ടറൈസ് ദ പ്രോസസ്സസ് ഇൻവോൾവ് ഇൻ ടെക്സ്റ്റ് ഇൻ്റർപ്രിറ്റേഷൻ. ഒരു ടെക്സ്റ്റിനെ മനസ്സിലാക്കാൻ, തറവായിട്ട് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ, ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ലെവലാണുള്ളത്. ഇൻ ദ ഫസ്റ്റ് ലെവൽ, വിച്ച് ഈസ് ദ ലിംഗ്വിസ്റ്റിക്, the reader recognizes and analyzes particular words and their meanings. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ലെവലാണ്. ഈ ഒരു ലെവലിൽ നമ്മുടെ വായനക്കാർ, റീഡർ ഒരു വേർഡിനെ കണ്ട് അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്തിട്ട് ആ ഒരു വേർഡ്സിനെ അനലൈസ് ചെയ്തുകൊണ്ട് ആ ഒരു ടെക്സ്റ്റിൽ അതിൻ്റെ മീനിങ്സ് മനസ്സിലാക്കുക. സോ ഇറ്റ് ഈസ് ബേസിക്കലി റെക്കഗ്നൈസിങ് വേർഡ്സ് ഫ്രം എ ടെക്സ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓർ ഇൻ്റർപ്രറ്റിങ് ഇറ്റ്. ഇതാണ് ഫസ്റ്റ് ലെവൽ ഓഫ് ഇൻ്റർപ്രിറ്റേഷൻ. പിന്നെ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് മൈക്രോ സ്ട്രക്ചറാണ്. ഇത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ യൂണിറ്റിൽ. മൈക്രോ സ്ട്രക്ചർ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് റിക്വയർസ് ദ റീഡർ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കോംപ്രിഹെൻഡ് ദ കണ്ടൻറ്റ് ഓഫ് ബിഗ്ഗർ സെക്ഷൻസ് ഓഫ് ടെക്സ്റ്റ് റാദർ ദാൻ ജസ്റ്റ് റീഡിങ് വേർഡ്സ് അലോൺ. മൈക്രോ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസിക്കലി ലുക്കിംഗ് അറ്റ് എ ബിഗ്ഗർ പിക്ചർ. അതായത് ടെക്സ്റ്റിന് നമ്മൾ അതുപോലെ വായിക്കല്ലാതെ അതിലുള്ള ഡീപ്പർ മീനിങ്സ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റിൻ്റെ പല വേർഷൻസ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതാണ് സെക്കൻഡ് ലെവൽ അല്ലെങ്കിൽ സെക്കൻഡ് മെത്തേഡ് ഓർ മൈക്രോ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ഇത് നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ള കാര്യത്തിനൊരു ടേം കൊടുക്കുകയാണ്. നമ്മളൊരു കാര്യത്തെ, ചില ആളുകളുണ്ടാകും, ഞാൻ പറഞ്ഞല്ലോ പല ടൈപ്പ് റീഡേഴ്സ് ഉണ്ട്. ചിലർ ഞാൻ ഇത്ര ബുക്ക് വായിച്ചു, ഞാനിപ്പം 100 ബുക്സ് വായിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ ബോസ്റ്റ് ചെയ്യാൻ വേണ്ടി വായിക്കുന്നവരുണ്ട്. അവർ ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് ഇങ്ങനെ വായിച്ചു പോവുകയാണ്. അതിലെന്താണ് മീനിങ്, അതിലെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ബിഗ്ഗർ സെക്ഷൻസ് ഓഫ് ടെക്സ്റ്റ് എന്താണെന്നൊന്നും മനസ്സിലാക്കാത്ത ടൈപ്പ് റീഡേഴ്സ് ഉണ്ട്. സോ ഒരു ഇൻ്റർപ്രിറ്റേഷന് നമ്മൾ സെക്കൻഡ് മെത്തേഡായിട്ട് പറയുന്നത് അങ്ങനെ ഒരു റീഡർ അല്ല നമുക്ക് ആവശ്യം. റീഡേഴ്സിന് ബിഗ്ഗർ സെക്ഷൻസ് അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് വായിച്ച് അതിലുള്ള ഡീപ്പർ മീനിങ്സ് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഇൻ്റർപ്രിറ്റേഷൻ്റെ ഒരു ഭാഗം. ഇതിന് മൈക്രോ സ്ട്രക്ചർ ആണെന്ന് പറയുന്നുണ്ട്. ഇൻ ദ തേർഡ് ലെവൽ, ദ റീഡർ റെക്കഗ്നൈസസ് ആൻഡ് അനലൈസസ് തീംസ്, ടോപ്പിക്സ് ആൻഡ് ജനർ ഓഫ് ദ ടെക്സ്റ്റ് വിച്ച് ഇസ് നോൺ ആസ് മാക്രോ സ്ട്രക്ചർ. ഈ മാക്രോ ഇത് വളരെ കോമൺ ആണ്. എസ്പെഷ്യലി സയൻസ് സ്റ്റുഡൻസിനൊക്കെ ഈ 2 ടേംസ് ഭയങ്കര ഫെമിലിയർ ആയിട്ട് തോന്നും. മൈക്രോ സ്ട്രക്ചർ ആൻഡ് മാക്രോ സ്ട്രക്ചർ എന്നില്ല, പക്ഷെ മാക്രോ വളരെ കോമൺ ആയിട്ടുള്ള വേർഡ്സാണ്. ഇൻ ദ തേർഡ് ലെവൽ, റീഡർ ആദ്യത്തെ ലെവലിൽ നമ്മൾ പറഞ്ഞല്ലോ റെക്കഗ്നൈസ് ചെയ്യുക, മീനിങ് മനസ്സിലാക്കുക. സെക്കൻഡ് ലെവലിൽ ബിഗ്ഗർ സെക്ഷൻ ഓഫ് ടെക്സ്റ്റിനെ നമ്മൾ മൈക്രോ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുന്നതാണ്. തേർഡ് എന്ന് പറയുന്നത് ഒരു ബുക്കിൻ്റെ തീംസ്,
അല്ലെങ്കിൽ ഓതറിൻ്റെ കണ്ടൻറ്റ്, അല്ലെങ്കിൽ ആ ഒരു ബുക്ക് ജനർ ഏത് സെക്ഷൻ ആണെന്നൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുക. സോ ബേസിക്കലി ഒരു ബ്രോഡ് നോളജ് ഓഫ് ദ ബുക്ക് ഓർ എ ടെക്സ്റ്റ് ഇസ് നോൺ ആസ് മാക്രോ സ്ട്രക്ചർ. These 3 levels of categorization of reading comprehension form together a method called text base. ഈ ഒരു 3 categorization of reading comprehension, ലൈക്ക് നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്, ലിംഗ്വിസ്റ്റിക്, മൈക്രോ സ്ട്രക്ചർ, മാക്രോ സ്ട്രക്ചർ, ഈ ഒരു 3 ലെവലും കൂടെ ഒരു എന്താ പറയുക ഇൻ്റർട്വിൻ ചെയ്തിട്ട് അല്ലെങ്കിൽ 3 കേടും കൂടെ കൂട്ടിയിട്ട് നമ്മളൊരു വേർഡ് പറയുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് ടെക്സ്റ്റ് ബേസ്. സോ linguistic, microstructure and macrostructure together known as text base. The individual interpretation of the reader about the textual content is then integrated with the interpretation formed through the reader information or knowledge of the reader. അതായത് ഈ ഒരു 3 മെത്തേഡ്സിന് ശേഷം ടെക്സ്റ്റൽ കണ്ടൻറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ ഒരു ടേം ലൈക്ക് ഐ സെഡ് സയൻസ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് സ്റ്റുഡൻസിന് നല്ല ഫെമിലിയറാണ്. ഒരു വലിയ പോയിൻറ്റിന് നമ്മൾ ഷോർട്ടാക്കി കൊണ്ടുവരാം, അതായത് ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ്, മാത്തമാറ്റിക്സിലെ പ്രോസസ്സാണ് ഈ ഒരു ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. സോ ഒരു ടെക്സ്റ്റൽ കണ്ടൻറ്റിനെ ചുരുക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ നോളജ് വെച്ചിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ നോളജ് ആൻഡ് ഇൻഫർമേഷൻ വെച്ചിട്ട് ഒരു ചെറിയ ഇൻ്റർപ്രറ്റേഷൻ ഫോം ചെയ്യുക. ഇതിനാണ് സിറ്റുവേഷൻ മോഡൽ എന്ന് പറയുന്നത്. ഹിയർ ഇൻ വിച്ച് ദ റീഡേഴ്സ് അറ്റ് ഫസ്റ്റ് ഒബ്റ്റെയിൻ ദ മീനിങ് ഓഫ് ദ ടെക്സ്റ്റ് only through textual knowledge, then the readers think beyond the textual meaning and integrate the textual meaning with general knowledge. ഈ ഒരു സിറ്റുവേഷൻ മോഡൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഈ ഒരു റീഡർ ടെക്സ്ച്വൽ കണ്ടൻറ്റ് മാത്രം വായിച്ച് ഇൻഫർമേഷൻ ഉണ്ടാക്കും. എന്നിട്ട് ഈ ഒരു ടെക്സ്ച്വൽ മീനിങ്ങിനുപരി ഇതിൽ എന്തൊക്കെ മെസ്സേജസ് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നോ അതൊക്കെ വെച്ചിട്ടൊരു തിയറി, ഒരു ഇൻ്റഗ്രൽ ആയിട്ടുള്ള ഷോർട്ടാക്കിയിട്ടുള്ളൊരു മീനിങ് ഫോം ചെയ്യും. അതാണ് ഈ ഒരു മെത്തേഡ്. ദിസ് ഹെൽപ്സ് ദം ടു റീച്ച് എ ബിയോണ്ട് പേഴ്സണൽ ഓർ ഇമോഷണൽ ലെവൽ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ദ ആക്ച്വൽ കണ്ടൻറ്റ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ആളുകളെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡീപ്പർ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കണക്ഷനിലേക്ക് എത്താൻ പറ്റും ഈ ടെക്സ്ച്വൽ കണ്ടൻറ്റുമായിട്ട്. സോ ഇറ്റ് ബിക്കംസ് പേഴ്സണൽ. നമ്മളൊരു കാര്യത്തെ വായിച്ച് അനലൈസ് ചെയ്ത് അതിലോട് ഡീപ്പറായിട്ട് ഡെൽവ് ചെയ്ത് പോകുമ്പോൾ നമുക്കതിനോട് ഒരു പേഴ്സണൽ കണക്ഷൻ ഫീൽ ചെയ്യാൻ തുടങ്ങും. അതാണ് പറയുന്നത്. We are inspired to read more when the subject we are reading is something we can fully comprehend and motivate us. ഇത് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മളൊരു കാര്യം വായിച്ചിട്ട് നമ്മൾ ഇൻസ്പയർ ആവുകയാണെങ്കിൽ, പ്രത്യേകിച്ചൊരു സബ്ജക്റ്റ്, നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കും. അത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ഒരു കാര്യം നമ്മൾ വായിച്ച് കംപ്ലീറ്റ്ലി കോംപ്രിഹെൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ ഇൻസ്പയർഡായി കൂടുതൽ വായിക്കാൻ നമ്മുടെ ഉള്ളിൽ ഒരാഗ്രഹം വരും. പിന്നെ നെക്സ്റ്റ് വൺ ഇസ് റീഡിങ് വിൽ ബി ലെസ് എൻജോയബിൾ ഇഫ് കോംപ്രിഹെൻഷൻ ഇസ് പുവർ. നമ്മളൊരു കാര്യം വായിച്ച് നമുക്കത്ര മനസ്സിലായില്ലെങ്കിൽ നമ്മൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമുക്ക് ലൈക്ക് ഐ സെഡ് വി ക്യാൻ റിലേറ്റ് ഇറ്റ് അഗെയിൻ. നമ്മളിപ്പോൾ സ്കൂളിൽ ഒരു സബ്ജക്റ്റ് ഇഷ്ടമല്ല, നമുക്ക് അത് നമ്മുടെ തലയിലോട്ടൊന്നും അത്ര കയറില്ല എന്നുള്ള സാഹചര്യം വരുമ്പോൾ നമുക്കത് പഠിക്കാനുള്ള ആഗ്രഹവും പോകും. നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അധികം ചിന്തിക്കാതെ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നിൽക്കാതെ വേറെ പല കാര്യങ്ങളിലേക്കും ഒഴിഞ്ഞു മാറുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. Reading will be less enjoyable if comprehension is poor. So next one is time for reading will be subsequently deteriorate reading abilities. Hence the practice of reading is important to make it an enjoyable experience. So time for reading, നമ്മൾ എത്രത്തോളം സമയം റീഡിങ് എബിലിറ്റീസിനെ എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ വായിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നോ അത്രത്തോളം നമ്മുടെ എബിലിറ്റീസ് ഇമ്പ്രൂവ് ആവും. അതേ സമയത്ത് തന്നെ നമ്മൾ എത്രത്തോളം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നോ അത്രത്തോളം ഡിറ്ററിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ റീഡിങ് എബിലിറ്റീസ് കൺസിഡറബിളി കുറയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക്
ഈ ഒരു വായിക്കുന്ന ഒരു പ്രോസസ്സിന് അല്ലെങ്കിൽ ഒരു പ്രാക്ടീസിന് നമ്മൾ എൻജോയ് ചെയ്യാൻ ശ്രമിക്കണം. യു മസ്റ്റ് try to enjoy your reading. You must try to enhance your interest in reading so that the process becomes more enjoyable to you, so that you can improve your skills. So enjoying something you do is really important, so make sure you do that. Understanding how reading can change a person's perspective and influence one's capacity for learning is very important. While reading, we come across new phrases, ideas, and viewpoints that both test and broaden our understanding. വായനയിലൂടെ ഒരാളുടെ വ്യൂ പോയിൻറ്റ്സ്, പേഴ്സ്പെക്റ്റീവ് മാറ്റാൻ വായന സഹായിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരാളുടെ കപ്പാസിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തന്നെ റീഡിങ് വലിയൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ വായിക്കാനും. വൈൽ റീഡിങ് വി കം അക്രോസ് ന്യൂ ഫ്രേസസ്, ഐഡിയാസ് ആൻഡ് വ്യൂ പോയിൻറ്റ്സ് ദറ്റ് ബോത്ത് ടെസ്റ്റ് ആൻഡ് ബ്രോഡൻ അവർ അണ്ടർസ്റ്റാൻഡിങ്. സോ നമ്മൾ വായിക്കുന്ന സമയത്ത് പുതിയ പുതിയ ഫ്രേസസ് അല്ലെങ്കിൽ ഐഡിയാസ്, പുതിയ പുതിയ അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻസ്, വ്യൂ പോയിൻറ്റ്സ് ഒക്കെ കിട്ടുമ്പോൾ അത് നമ്മുടെ ഇപ്പോൾ ഉള്ള നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ളൊരു ധാരണ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ടെസ്റ്റ് ചെയ്യാനും അതേസമയം അത് ബ്രോഡാക്കാൻ അല്ലെങ്കിൽ വിശാലമാക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ നമ്മുടെ ഈ ഒരു യൂണിറ്റ് ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് ഓവർ. ഈ ഒരു യൂണിറ്റിലൊരു റീക്യാപ്പ് എന്ന രീതിയിൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ഞാൻ ഈ പറഞ്ഞ അനോട്ടേഷന് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എന്തായാലും എടുത്ത് വായിച്ച് നോക്കിയിട്ട് അതിലെ ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്യണം. പിന്നെ നമ്മുടെ പ്രോസസ്സ് ഓഫ് ഇൻ്റർപ്രിറ്റേഷനിൽ ഈ 3 ലെവൽസ്, ലിംഗ്വിസ്റ്റിക്, മൈക്രോ സ്ട്രക്ചർ, മാക്രോ സ്ട്രക്ചർ, ആ ഒരു കാര്യം നമ്മൾ വായിച്ച് നോക്കി മനസ്സിലാക്കേണ്ടതുണ്ട്. റിയലി ഇമ്പോർട്ടൻ്റ് ആണ്. ഐ റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ, ലിംഗ്വിസ്റ്റിക്, മൈക്രോ സ്ട്രക്ചർ ആൻഡ് മാക്രോ സ്ട്രക്ചർ. അതുപോലെ തന്നെ ഈ 3 ലെവൽസിൻ്റെയും കാറ്റഗറൈസേഷന് ഒരു മെത്തേഡ് നമ്മൾ വിളിക്കുന്നത് ടെസ്റ്റ് ബേസ് എന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അനോട്ടേഷൻ വായിക്കുക, റീഡിങ് കോംപ്രിഹെൻഷൻ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് റീക്യാപ്പ് തരേണ്ട ഒരു ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് നമുക്ക് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, അല്ലാതെ വലിയ വലിയ പോയിൻറ്റ്സ് ഒന്നും അത്ര ഇൻക്ലൂഡഡ് അല്ല. സോ read well, try to enhance your reading abilities, try to comprehend more, try to listen to speeches, try to read more fictions, newspapers, whatever it is that you are interested in. So enhance your skills. It might help you in the long run. So I hope everything is going well with you guys. So നമ്മൾ രണ്ടാമത്തെ ബ്ലോക്കിലെ യൂണിറ്റ് 3 കൂടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് ഒരു യൂണിറ്റും കൂടെ ബാക്കിയുണ്ട്. അതുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതാണ്. സോ ഐഡ് ലൈക്ക് ടു സേ യു ഗൈസ്, എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ സ്റ്റഡി ഹാർഡ്, നെവർ എവർ ഗിവ് അപ്പ്, മാനേജ് യുവർ ടൈം. ദാറ്റ്സ് ഓൾ. ഐൽ ബി ബാക്ക് വൺസ് അഗെയിൻ വിത്ത് യെറ്റ് അനദർ ക്ലാസ്. താങ്ക് യു.